Yes, hello, hello. Yeah, voice is clear, right? Still okay ആണ്. Screen visible. Yeah, yeah. So, hello everyone. Welcome to Riles Academy. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ്. കാരണം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒറ്റ സിംഗിൾ വീഡിയോയിൽ ഞാൻ മൊത്തം കവർ ചെയ്യുന്നില്ല, ബിക്കോസ് അത് ഒരുപാട് എടുക്കുമ്പോൾ എനിക്കും മടുപ്പാണ്, കാണുന്ന നിങ്ങൾക്കും മടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പാർട്ട് 1 ആയിട്ട് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു പകുതിയെങ്കിലും കവർ ചെയ്യാം. ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് നമുക്ക് ഒരൊറ്റ സിംഗിൾ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് പിന്നെ ക്വസ്റ്റിന് അതിന്റെ ആൻസർ മാത്രമല്ല, അതിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റിന്റെയും എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് നോട്ട് എഴുതിയെടുക്കാനുള്ള പിന്നെ രീതിയിലുള്ള നോട്ട്സുകൾ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഒരുമിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ക്വസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പിന്നെ MCQയും അതുപോലെ തന്നെ PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട 2 കീ എന്താ പറയാ ഇൻസൈറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് നിങ്ങൾ MCQs ആയിക്കോട്ടെ PYQs ആയിക്കോട്ടെ, നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, നിങ്ങളുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്വയം പ്രഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഓക്കെ, സ്വയം പ്രഭയിൽ നിന്ന് ഈ രീതിയിലേക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലാണ് NT എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ് ആണ് ഈ പറയുന്ന പാറ്റേൺ ഐഡന്റിഫിക്കേഷൻ. ഓരോ ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള ആ ചോദിക്കുന്ന ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, ആ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്ഷൻസ്. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും കൂടെ എന്തുണ്ടാവും? ഓപ്ഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി. ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെപ്പറ്റി ജസ്റ്റ് ചെറിയൊരു നോട്ട് നിങ്ങൾ അതിന്റെ കൂടെ ഉണ്ടാക്കുക. ഓക്കെ, ഈ രീതിയിൽ പഠിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരൊറ്റ സിംഗിൾ ക്വസ്റ്റ്യനില് അവിടെ ആ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിന്റെ ഓപ്ഷൻ ഉണ്ടാവും, പിന്നെ ഒരു 3 ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ നിങ്ങൾ എന്താണ്, ഏകദേശം ഒരു 4 കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരൊറ്റ ക്വസ്റ്റ്യൻ നിന്ന് പഠിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? PYQs അല്ലെങ്കിൽ MCQs നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, സോ ഐ സ്റ്റാർട്ട് ദ സെഷൻ. ഇതാണ് എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ബിലോങ്സ് ടു പ്രൊജക്റ്റഡ് എയ്ഡ്? ഈ പറയപ്പെടുന്നതിൽ പ്രൊജക്റ്റഡ് എയ്ഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ഡയറോമ ഉണ്ട്, എപീഡിയാസ്കോപ്പ് ഉണ്ട്, അതുപോലെ ഗ്ലോബ് ഉണ്ട്. ഓക്കെ, ഈ ഓപ്ഷൻസിലെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്തിട്ട് ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ പഠിക്കാട്ടോ. ടീച്ചിങ് സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ടീച്ചിങ് എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ടുള്ള PYQs വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സോഫ്റ്റ്വെയറും എല്ലാ ടീച്ചിങ് എയ്ഡ്സും നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാം, എന്നിട്ട് നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇതിൽ വരുന്ന പ്രൊജക്റ്റഡ് എയ്ഡിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം എന്താണ് പ്രൊജക്റ്റഡ് എയ്ഡ് നമുക്ക് നോക്കാം. ഓക്കെ, projected aids are instructional device that use a bright light source to project an image onto a screen or a wall. Okay, projected aid എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഇൻസ്ട്രക്ഷണൽ ഡിവൈസ് ആണ്. ഇതെന്താ ചെയ്യുന്നത്? ഒരു ബ്രൈറ്റ് ലൈറ്റ് സോഴ്സ് വഴി ഒരു ഇമേജോ അല്ലെങ്കിൽ പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇമേജോ ചാർട്ടോ അങ്ങനെ എന്തെങ്കിലും സ്ക്രീനിലോട്ടോ അല്ലെങ്കിൽ ചുമരിലോട്ടോ അതിനെ പ്രൊജക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ ഡിവൈസ് ആണ് ഈ പറയുന്ന പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, an epidiascope is a device that used to project image of both opaque object and transparent slides. Okay, അപ്പൊ ഇവിടെ എന്താണ് എപ്പിഡിയാസ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ഡിവൈസ് ആണ്. ഓക്കെ, ഇതും ഈ പറയുന്ന ഡിവൈസ് ആണ് that used to project image of both opaque object like book pages and transparent slides. Transparent slides-ഉം അതുപോലെ തന്നെ ഒപ്പാക്ക് ആയിട്ടുള്ള ഒബ്ജക്ട്സും പ്രൊജക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ പറയുന്ന എപ്പിഡിയാസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, other examples include OHP overhead projectors and LCD projectors. Non-projected aids include blackboard, globe and chart. Okay, അപ്പൊ പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ വരുന്ന ഒരു എയ്ഡ് ആണ് ഈ പറയുന്ന എപ്പിഡിയാസ്കോപ്പ്. ഓക്കെ, ബ്ലാക്ക് ബോർഡ്, ഗ്ലോബ്സ്, ചാർട്ട് ഇതൊക്കെ എന്താണ്? നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം, പ്രൊജക്റ്റഡ് എയ്ഡ്സ്
അതുപോലെ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. ഓക്കെ, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. ഈ രണ്ടിലും വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എയ്ഡ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? എപ്പീഡിയാസ്കോപ്പ് ആണ്. ഓക്കെ, ഇതാണ് എന്ത്, എപ്പീഡിയാസ്കോപ്പ് ആണ് ഈ പറയപ്പെടുന്ന പ്രൊജക്റ്റഡ് എയ്ഡ് വരുന്നത്. ബാക്കിയൊക്കെ എന്താണ്, ട്രഡീഷണൽ ആയിട്ടുള്ള ഈ പറയപ്പെടുന്ന നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. ഓക്കെ, ഈ മൂന്ന് കാര്യങ്ങൾ നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആണ്. യാ, ബ്ലാക്ക് ബോർഡ് ഡയറോമ, അണ്ടർസ്റ്റുഡ് റൈറ്റ്? ഫൈൻ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജോബ് സെലക്ഷൻ ഉണ്ട്, കോഴ്സ് സെലക്ഷൻ ഉണ്ട്, ഐഡന്റിഫൈ വീക്ക്നെസ് ഉണ്ട്, അസസ് ലേണിംഗ് ആഫ്റ്റർ ടീച്ചിങ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്, അതുകൊണ്ടുള്ള ഒബ്ജക്റ്റീവ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ്. ഓക്കെ, സോ an achievement test measures the knowledge and skill a student has acquired after a specific period of instruction. Okay, ഇവിടെ നിങ്ങൾ ആഫ്റ്റർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ഇൻസ്ട്രക്ഷന് ശേഷം നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ്, നടത്തുന്ന ടെസ്റ്റ് ആട്ടോ. ഇൻസ്ട്രക്ഷന് ശേഷം നടത്തുന്ന ഒരു ടെസ്റ്റിന് വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഇത് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദി നോളജ് ആൻഡ് സ്കിൽ എ സ്റ്റുഡന്റ് ഹാസ് എക്വയർഡ്. ഒരു പിന്നെ സെമിസ്റ്ററിന്റെ എൻഡിലോ അല്ലെങ്കിൽ ക്ലാസ്സിന് ശേഷമോ ഒരു കുട്ടിക്ക് എത്രത്തോളം നോളജും സ്കില്ലും ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഈ പറയുന്ന അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേ സമയത്ത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഐഡന്റിഫൈ വീക്ക്നെസ്, അച്ചീവ്മെന്റ് ടെസ്റ്റ് ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഐഡന്റിഫൈ വീക്ക്നെസ്. ഓക്കെ, അതെന്താണ് ഡയഗ്നോസ്റ്റിക് എന്താണ്? ഐഡന്റിഫൈ വീക്ക്നെസ് ആണ്. ഓക്കെ, ഈ ടെസ്റ്റ് എന്തിനാണ്? ഐഡന്റിഫൈ വീക്ക്നെസ്സിന് വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ്? ഫോക്കസ് ഓൺ ദി ഫൈനൽ ഔട്ട്കം ഓർ ദി എമൗണ്ട് ഓഫ് ലേണിംഗ് ടു സീ ഇഫ് എഡ്യൂക്കേഷണൽ ഗോൾസ് വെർ മെറ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ഫോക്കസ് എന്താണ്? ഫൈനൽ ഔട്ട്കമിലോട്ട് മാത്രമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അസസ് ലേണിംഗ് ആഫ്റ്റർ ടീച്ചിങ്, അല്ലെ? ആഫ്റ്റർ ടീച്ചിങ്ങിന് ശേഷം ലേൺ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ പറയുന്ന അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? അതാണെന്ത്? അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻ. നെക്സ്റ്റ് എന്താണ്? ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എൻഹാൻസസ് ത്രൂ ബിലോങ്ങിങ്നെസ്, സെക്യൂരിറ്റി ആൻഡ് ഫ്രീഡം, ഇൻഫോർമേഷൻ, ഓൾ ഓഫ് ദി അബവ്. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അത് എൻഹാൻസ് ചെയ്യുന്നത്, അത് ഇൻക്രീസ് ആകുന്നത് ഇതിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലാണ്? ബിലോങ്ങിങ്നെസ്, സെക്യൂരിറ്റി ആൻഡ് ഫ്രീഡം, ഇൻഫോർമേഷൻ, ഓൾ ഓഫ് ദി അബവ്. നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. എന്താണ്? ഓൾ ഓഫ് ദി അബവ് ആണ്. ഓക്കെ, അതായത് effective classroom communication is not just about transferring data. It thrives in supportive environment. Factors like sense of belongingness, feeling psychologically secure, and having the freedom to participate make the exchange ideas more fluid and effective. ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എഫക്റ്റീവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നെന്താണ്? സപ്പോർട്ടീവ് എൻവിറോൺമെന്റ് ആണ്. പിന്നെന്താ? സെൻസ് ഓഫ് ബിലോങ്ങിനെസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സൈക്കോളജിക്കലി സെക്യൂർഡ് ആണ്. ഓക്കെ, സൈക്കോളജിക്കലി സെക്യൂർ. പിന്നെ ഫ്രീഡം ടു എക്സ്പ്രസ്. ഓക്കെ, ഫ്രീഡം ടു എക്സ്പ്രസ്. നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ, ഫൈൻ, ഓൾ ഓഫ് ദി അബവ് ആണ്. നെക്സ്റ്റ് എന്താണ്? യാ, a teacher can be successful if he or she helps citizen, imparts knowledge, exam preparation, organized teaching. ഒരു ടീച്ചർ എപ്പോഴാണ് സക്സസ്ഫുൾ ആവുന്നത്? സിറ്റിസൻസിനെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആണോ? നോളജ് ഇമ്പാർട്ട് ചെയ്യുമ്പോൾ ആണോ? എക്സാം പ്രിപ്പറേഷന്റെ സമയത്താണോ? ഓർഗനൈസ്ഡ് ടീച്ചിങ്ങിലാണോ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്താ നോക്കാം. ഓക്കെ, ഡി ആണ്, അതായത് ഓർഗനൈസ്ഡ് ടീച്ചിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? എന്താ? ഒരു ടീച്ചർ സിറ്റിസൻസിനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ എന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, while all options are noble goals, the immediate professional success of a teacher depends on their pedagogical competence. Okay, അതായത്
ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല തന്നെ, അതൊക്കെ നോബൽ ആയിട്ടുള്ള പ്രാക്ടീസ് തന്നെയാണ്. പക്ഷേ ഒരു ടീച്ചറുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഓർഗനൈസ്ഡ് ആക്കിയിട്ട് ഒരു പെഡഗോഗിക്കൽ കോമ്പറ്റൻസോട് കൂടി സബ്ജക്റ്റിന് എന്ത് ചെയ്യുക, ലോജിക്കലി കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. അതിനുശേഷം മാത്രമാണ് സിറ്റിസൻസിനെ ഹെൽപ്പ് ചെയ്യലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫാക്കൽറ്റീസ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇതിന്റെ ഒരു ലോജിക് നിങ്ങൾക്ക് മനസ്സിലായില്ല. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് ഏതാകാനാണ് സാധ്യത. അപ്പം ഇവിടെ എന്താണ്, അപ്പോൾ സിറ്റിസൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കാര്യമാണ്, നോളജ് ഇമ്പാർട്ട് നല്ല കാര്യമാണ്, എക്സാം പ്രിപ്പയർ നല്ലതാണ്. പക്ഷെ ഓർഗനൈസ്ഡ് ടീച്ചിങ് ആണ് ഏതൊരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ടീച്ചർ സക്സസ്ഫുൾ ആണോ എന്ന് മെഷർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു എലമെന്റ്. ഓക്കെ, ബാക്കിയൊക്കെ എന്താണ്, ബാക്കിയൊക്കെ ഇപ്പൊ നമുക്കതിനൊരു ഒരു വേർഡ് എന്താ യൂസ് ചെയ്യാം, ഒരു ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ ചെയ്ത നല്ലത് എന്നുള്ളതാണ്. പക്ഷെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസ്ഡ് ടീച്ചിങ് എന്താണ്, അത് ഓപ്ഷണൽ അല്ല, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു സക്സസ്ഫുൾ സ്ട്രാറ്റജിയാണ്. അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു ലോജിക്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഈസ് നോട്ട് എ ലെവൽ ഓഫ് ടീച്ചിങ്. അറിയാലോ അല്ലെ, മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, ഡിഫറൻസിയേഷൻ. ഇതാണ് എന്ത്, അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ, ഇതെന്താണ് ലെവൽ ഓഫ് ടീച്ചിങ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് ഡിഫറൻസിയേഷൻ നമ്മൾ നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം മെമ്മറി ലെവൽ ഒന്ന് റീകോൾ ചെയ്യണേ. ലീസ്റ്റ് തോട്ട്ഫുൾ ആണ്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ തോട്ട്ഫുൾ ആണ്, റിഫ്ലക്റ്റീവ് ലെവൽ മോസ്റ്റ് തോട്ട്ഫുൾ ആണ്. ആ ഒരു പിരമിഡ് ഒക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വീഡിയോയിൽ. ഓക്കെ, നിങ്ങൾ കാണാത്തവർ കാണും, ലെവൽസ് ഓഫ് ടീച്ചിങ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തതാണ്. അതേസമയത്ത് ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് എ ടീച്ചിങ് സ്ട്രാറ്റജി, നോട്ട് എ ലെവൽ ഓഫ് ടീച്ചിങ് ലേണിംഗ് ഹയറാർക്കി. അപ്പൊ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജി ആണ്. അതേസമയത്ത് എന്തല്ല, ഒരു ലെവൽ ഓഫ് ടീച്ചിങ് ലേണിംഗ് ഹയറാർക്കി അല്ല. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതാണ് നിങ്ങൾ ആ ഓപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡിഫറൻഷിയേഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, എഡ്യൂക്കേഷൻ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. ഓക്കെ, ഇവിടെ ഡബിൾ കോട്ട് ഉണ്ട്. അപ്പം എഡ്യൂക്കേഷൻ ഈസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ വാസ് സ്റ്റേറ്റഡ് ബൈ ഗാന്ധി, ടാഗോർ, വിവേകാനന്ദ, ഔറോബിന്ദോ. ഇതിൽ ആരാണ് ഈ പറയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് എന്നുള്ളതാണ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ്, വിവേകാനന്ദയാണ്, സ്വാമി വിവേകാനന്ദയാണ്. ഓക്കെ, അപ്പം സ്വാമി വിവേകാനന്ദ ബിലീവ്ഡ് ദാറ്റ് divinity and perfections are inherent in every human being. He defined education as the process of discovering and bringing out this internal perfection rather than just pouring information from outside. Okay, അപ്പൊ സ്വാമി വിവേകാനന്ദയാണ് ഇത് ഈ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്താണ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് ഇൻഫർമേഷൻ പോർ ചെയ്യലും മാത്രമല്ല, ഒരു പെർഫെക്ഷനും അതുപോലെ തന്നെ ഡിവിനിറ്റിയും എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഈ പറയപ്പെടുന്ന ഡിവിനിറ്റിയും പെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആളുകളെ ആ ഒരു ഡിസ്കവറിങ്ങിന് വേണ്ടിയിട്ട് ആളുകളുടെ ഒരു മൈൻഡ് അല്ലെങ്കിൽ അതിനെ ബ്രിങ് ഔട്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ പറയപ്പെടുന്ന നോളജ് എന്നാണ് സ്വാമി വിവേകാനന്ദ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അതാണെന്നാണ് പിന്നെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്, സി ആണ്. ഓക്കെ, ഇനി എന്താണ്, സ്റ്റുഡൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആർ എൻകോഡർ, ഡീകോഡർ, എഗിറ്റേറ്റർ, പ്രൊപ്പഗേറ്റേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എപ്പോ എന്തായിരിക്കും, ഡീകോഡർ ആയിരിക്കും അല്ലെ. കാരണം എന്താണ്, എൻകോഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുന്ന് ടീച്ചർ ആയിരിക്കും അല്ലെ, എൻകോഡർ ടീച്ചർ ആണ്. അപ്പൊ അതൊരു മീഡിയ ഉണ്ടാവും. ആ മീഡിയ എന്ന് പറയുമ്പം എന്താണ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊജക്ടർ ത്രൂവോ അല്ലെങ്കിൽ ഓൺലൈൻ ലെക്ചറിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ടീച്ചിങ്, ഏത് മെത്തേഡ് ആകാം. അങ്ങനെ മീഡിയം വഴി എന്താണ് ഡീകോഡ് ചെയ്യുക, അല്ലെ സ്റ്റുഡൻസിനോട് എത്തും. സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, ആ ടീച്ചറിന്റെ മെസ്സേജ് ഡീകോഡ് ചെയ്യണം. റൈറ്റ്, എന്താണ് കറക്റ്റ് ഓപ്ഷൻ, എന്താണ് ഡീകോഡേഴ്സ് ആണ്. ഓക്കെ, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഇൻ ദ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ the sender encodes a message and the receiver decodes it. Okay, in a classroom the teacher is the encoder and the students are the decoder who interpret and make sense of the information received. അല്ലെ, കിട്ടിയ ഇൻഫോർമേഷൻ എന്ത് ചെയ്യും, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആരായിരിക്കും, ഈ പറയപ്പെടുന്ന സ്റ്റുഡന്റ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ലേണേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് അയക്കുന്ന ആളാണ് ഈ പറയുന്ന എൻകോഡർ അല്ലെങ്കിൽ സോഴ്സ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്, ബി ആണ് കേട്ടോ. ഇനി എന്താണ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അസർടൈൻസ്. ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നമ്മൾ മുന്നേ ഏതോ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അസർടൈൻസ് ബിഗിനിങ് പെർഫോമൻസ്,
കോസ് ഓഫ് പ്രോബ്ലംസ്, ഫൈനൽ അച്ചീവ്മെന്റ്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷന് നമ്മൾ എപ്പോഴാണ് എന്തിനാണ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം പെർഫോമൻസിന്റെ ബിഗിനിങ്ങിലാണോ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന്റെ കോഴ്സ് ഇവാലുവേറ്റ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഫൈനൽ അച്ചീവ്മെന്റ് ആണോ, അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രസ് ആണോ, ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ആൻസർ ബി ആട്ടോ, കോസ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കോസ് ഓഫ് പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്ന ഒരു ഇവാലുവേഷൻ മെത്തേഡ് ആണ്. ജസ്റ്റ് ലൈക്ക് എ മെഡിക്കൽ ഡയഗ്നോസിസ്, diagnostic evaluation goes beyond identifying that the student is failing. It identifies why they are failing and suggests specific remedial, okay, measure to fix the learning gaps. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ ഒരു എന്താ പറയാ, നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട്, റൈറ്റ്? അപ്പം ചില ഇവാലുവേഷൻ മെത്തേഡുകൾ എന്താണ്? ജസ്റ്റ് ആ പുള്ളിക്കാരന് എത്ര മാർക്ക് ഉണ്ട് മാത്രം ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചില ഇവാലുവേഷന് അദ്ദേഹം പഠിക്കുന്നതിന് മുന്നേ ആ സബ്ജക്റ്റിനെ പറ്റി എത്ര നോളജിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്താണ്? ഇത് കേവലം എന്തുകൊണ്ടൊരു കുട്ടി തോൽക്കുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു കുട്ടിക്ക് മാർക്ക് കുറയുന്നു എന്നുള്ളതല്ല, എന്തുകൊണ്ട് കുറയുന്നു, അതായത് വൈ ദേ ആർ ഫെയിലിംഗ്. ഓക്കെ, എന്തുകൊണ്ടാണ് ആ മാർക്ക് കുറയുന്നത്, ആ മാർക്ക് കുറയുന്ന പ്രശ്നം പരിഹരിക്കാനും വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അതിനുള്ളൊരു സൊല്യൂഷൻ കൊടുക്കും. ഇതാണ് ഈ പറയുന്ന ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഇത് തന്നെയാണ് മെഡിക്കൽ ഡയഗ്നോസിസ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു, ഇപ്പം എനിക്ക് തലവേദന, നിൽക്കാതെ തലവേദന അത് എന്ത് ചെയ്യും, അത് ഡയഗ്നോസിസ് ചെയ്യും. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ചിലപ്പോൾ CT സ്കാൻ എടുക്കാൻ പറയും, സ്കാൻ ചെയ്ത് പറയും, ഓ ഇതാണ് പ്രശ്നം. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ ഈ മെഡിസിൻ ആണ്. അതേപോലെ തന്നെ ഒരു കുട്ടിക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യും. അതാണ് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് എന്താണ്? എ ഗുഡ് ടീച്ചർ മസ്റ്റ് ബി ഓട്ടോക്രാറ്റിക്, പാർട്ടിസിപ്പേറ്റീവ്, അതോറിറ്റേറ്റീവ്, ഡോമിനന്റ്. ഓക്കെ, അപ്പൊ ഗുഡ് ടീച്ചർ എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഇതിൽ ഏത് ക്യാരക്ടർ ആണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഓട്ടോക്രാറ്റിക് ഉണ്ട്, പാർട്ടിസിപ്പേറ്റീവ് ഉണ്ട്, അതോറിറ്റേറ്റീവ് ഉണ്ട്, ഡോമിനന്റ് ഉണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, അതായത് പാർട്ടിസിപ്പേറ്റീവ് ആണ്. ഓക്കെ, ഫൈൻ. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. എ മോഡേൺ എഫക്റ്റീവ് ടീച്ചർ നീഡ് ടു ബി റിസോഴ്സ്ഫുൾ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ്. അപ്പൊ മോഡേൺ ആയിട്ടുള്ള ഒരു ടീച്ചിങ് ബിഹേവിയറിൽ വരുന്ന, ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. ഒന്നെന്താണ്? റിസോഴ്സ്ഫുൾ ആയിരിക്കണം. റിസോഴ്സ്ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ്? capable of using various tools and methods, അല്ലെ? അവരുടെ ക്ലാസ്സിൽ എന്താണ്, ഒരുപാട് ടൂൾസുകളും ഒരുപാട് മെത്തേഡ്സുകളും ഒരുപാട് ടീച്ചിങ് എയ്ഡ്സുകളൊക്കെ ഒരുമിച്ച് യൂസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എന്താണ്, പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആണ്. ഫസ്റ്റ് വൺ വരുന്നത്. പിന്നെന്താണ്? പാർട്ടിസിപ്പേറ്റീവ് ടീച്ചിങ് ആണ്. ഓക്കെ, പാർട്ടിസിപ്പേറ്റീവ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? Participative teaching encourages two-way interaction, making the students an active partner in the learning process rather than a passive. അല്ലേ? പിന്നെ എന്താണ് പാർട്ടിസിപ്പേറ്റീവ് ടീച്ചിങ്? ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഞാനൊരു കോളേജിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, അപ്പം നിങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന, നിങ്ങൾ വൺ വേ അനന്തരം നിങ്ങൾ ഒന്നിക്ക് ഫാക്കൽറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഫാക്കൽറ്റി ആകാൻ പോകുന്ന ആളായിരിക്കും. വൺ വേ നിങ്ങൾ എന്തായാലും ഫാക്കൽറ്റി ആകും, റൈറ്റ്? യാ. സോ നിങ്ങൾ ഈ ഒരു ജനറേഷനിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അവർക്ക് തീരെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവുള്ള കുട്ടികളാണ്. ഒരിക്കലും ഒരു മണിക്കൂറൊന്നും നിങ്ങളെ ഒരു തരത്തിലും ചിന്തിക്കണം അവർ ക്ലാസ്സിൽ ഇരിക്കുന്ന കാര്യത്തിൽ 100% നമുക്ക് ഉറപ്പാണ് അവർ ഇരിക്കൂല. അല്ലെങ്കിൽ അവരുടെ മൈൻഡ് 30 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ മൊത്തം അപ്സൈഡ് ഡൗൺ ആവും. അപ്പോ ഈ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇവിടുന്ന് ടീച്ചറിനെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതിന് പകരം അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു കരിക്കുലം നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ഫാക്കൽറ്റി എന്നുള്ള നിലയിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷൻ. ഓക്കെ, അപ്പൊ പാർട്ടിസിപ്പേറ്റീവ് ടീച്ചിങ്ങും അതുപോലെ തന്നെ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം മോഡേൺ ടീച്ചിങ് മെത്തേഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന പ്രധാനപ്പെട്ട 2 ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓപ്ഷൻ മനസ്സിലായില്ലേ? പാർട്ടിസിപ്പേറ്റീവ് ആണ്. ഓക്കെ, ഓട്ടോക്രാറ്റിക് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, അതോറിറ്റേറ്റീവ് നമ്മളെ പഴയ ട്രഡീഷണൽ മെത്തേഡ്, ടീച്ചർ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും അനുസരിച്ചു വിടുക, അങ്ങനത്തെ പരിപാടി നിൽക്കില്ല. അപ്പൊ ഭയങ്കര ഇതേപോലെ കുട്ടികളുമായിട്ട് മിങ്കിൾ ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലേണിംഗ് നീഡ്സ്, സ്കിൽ അക്വിസിഷൻ, ബിഹേവിയർ ചേഞ്ച്, അഡ്ജസ്റ്റ്മെന്റ്, നോളജ്. ഓക്കെ, അപ്പൊ ലേണിംഗിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണ്? ഒന്ന് സ്കിൽ അക്വയർ ചെയ്യലാണോ, ബിഹേവിയർ ചേഞ്ച് ആണോ, അഡ്ജസ്റ്റ്മെന്റ് ആണോ, അല്ലെങ്കിൽ നോളജ് ഗെയിൻ ചെയ്യലാണോ?
ഇതാണ് ഈ ക്വസ്റ്റിനോട് നിങ്ങൾ ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്താണ്? ബിഹേവിയറൽ ചേഞ്ച് ആണ്. ഓക്കെ. ഇൻ സൈക്കോളജി ആൻഡ് എഡ്യൂക്കേഷൻ, learning is defined as relatively permanent change or modification of behavior resulting from experience or practices. Okay. അപ്പോ ഈ എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താന്ന് പറയുന്നത്? സൈക്കോളജി എഡ്യൂക്കേഷനിൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തെ കൃത്യമായിട്ട് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അണ്ടർസ്റ്റുഡ്? നോളജ് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഓക്കെ. ഒരു എഡ്യൂക്കേഷന്റെ ഒരു ചെറിയൊരു കണിക മാത്രമാണ് ഈ പറയുന്ന നോളജ് അക്വയർ ചെയ്യുക എന്നുള്ളത്. അതേ സമയത്ത് അവിടെ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട വേറൊരു ക്യാരക്ടർ എന്താണ്? കുട്ടികളുടെ ബിഹേവിയർ, അതായത് നീതിബോധത്തോടെ എന്താ പറയാ, സത്യമായിട്ട് ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങളെ കാണാനുള്ള ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു റോൾ എന്നുള്ളത് എഡ്യൂക്കേഷന്റെ. ഇതാണ് എന്താ? അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ ബിഹേവിയർ ചേഞ്ച് ആണ്. അതിനുശേഷമാണ് ബാക്കി പറയുന്ന സ്കില്ല് അക്വയർ ചെയ്യലും അഡ്ജസ്റ്റ്മെന്റ്, നോളജ് അക്വയർ ചെയ്യലൊക്കെ പിന്നെ വരുന്ന കാര്യമാണ്. പ്രധാനമായിട്ട് എന്താണ്? ബിഹേവിയർ ചേഞ്ച് ആണ്. ഓക്കെ. നെക്സ്റ്റ്, വിച്ച് ഈസ് ടീച്ചിങ് എയ്ഡ്? ഈ പറയപ്പെടുന്നതിൽ ഏതാണ് ടീച്ചിങ് എയ്ഡ് എന്ന് ചോദിക്കുന്നത്? മോഡൽ, ടേപ്പ് റെക്കോർഡർ, പ്രൊജക്ടർ, ഓൾ. ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. എല്ലാം, ഈ മോഡലും ടാപ്പ് റെക്കോർഡറും പ്രൊജക്ടറും എല്ലാം എന്താണ്? ടീച്ചിങ് എയ്ഡ് ആണ്. ഓക്കെ. ഇവിടെ എന്താണ്? ടീച്ചിങ് എയ്ഡ്സ് ആർ ടൂൾസ് യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ടു ഹെൽപ്പ് ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്. ഓക്കെ. ടീച്ചിങ് എയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ടൂൾസ് ആണ് യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ടു ഹെൽപ്പ് ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ്. ദേ ആർ കാറ്റഗറൈസ്ഡ് ആസ് വിഷ്വൽ. നമ്മളെ കാഴ്ചയിലൂടെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കാര്യങ്ങള് കുട്ടികളുടെ എന്താ പറയാ, അവർക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് എയ്ഡിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന മോഡൽസ്. അതുപോലെ തന്നെ ഓഡിയോ, ഓക്കെ, വോയിസിലൂടെ, സംസാരത്തിലൂടെ, അതാണ് ഈ പറയുന്ന അവിടെ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ പറയുന്ന ടേപ്പ് റെക്കോർഡേഴ്സ്. അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ രണ്ടും മിക്സ്ഡ് ആയിട്ടുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഫിലിം പ്രൊജക്ടേഴ്സ്. ഓക്കെ. സിൻസ് all these tools assist in teaching, they are all valid aids. Okay. അപ്പൊ ഈ പറയപ്പെടുന്ന എല്ലാം എന്താണ്? ടീച്ചിങ് എയ്ഡ്സിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മോഡൽസും ടേപ്പ് റെക്കോർഡേഴ്സും പ്രൊജക്ടേഴ്സും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ് ആണ്. അപ്പൊ ടീച്ചിങ് എയ്ഡ് ഒരുപാട് ഭാഗത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളത് ടീച്ചിങ് എയ്ഡ് അല്ലെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ് ടീച്ചിങ് എയ്ഡും ടീച്ചിങ് സോഫ്റ്റ്വെയർസും. ഇതിനൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? സെൻട്രൽ ഐഡിയ ഓഫ് മൈൻഡ് മാപ്പിംഗ്. ഓക്കെ. മൈൻഡ് മാപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക് ആണ്. സെൻട്രൽ ഐഡിയ ഓഫ് മൈൻഡ് മാപ്പിംഗ് ഈസ് സിസ്റ്റമൈസേഷൻ, മൈൻഡ് മാപ്പിംഗ്, പ്രോട്ടോകോൾ, പ്രോബ്ലം ഓറിയന്റേഷൻ. അപ്പൊ ഇതിൽ ഏതാണ് മൈൻഡ് മാപ്പിംഗിന്റെ സെൻട്രൽ ആയിട്ടുള്ള ഐഡിയ ഏതാണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് മനസ്സിലായല്ലോ. ആൻസർ എന്താണ്? കറക്റ്റ് മൈൻഡ് മാപ്പിംഗ് ആണ്. ഓക്കെ. സോ എന്താണ് മൈൻഡ് മാപ്പിംഗ്? മൈൻഡ് മാപ്പിംഗ് ഈസ് എ വിഷ്വൽ ടെക്നിക്. ഇതൊരു വിഷ്വൽ ടെക്നിക് ആണ്. വേർ എ സെൻട്രൽ കോൺസെപ്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മിഡിൽ ആൻഡ് റിലേറ്റഡ് ഐഡിയാസ് ബ്രാഞ്ച് ഔട്ട്. Okay. It reflects how the brain naturally associate information, create a dynamic pattern of interconnected thoughts. അല്ലെ? ഒരു സെൻട്രൽ ഐഡിയ ഉണ്ടാവും. ആ സെൻട്രൽ ഐഡിയയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ. ഈ രീതിയിലുള്ള ഒരു വിഷ്വൽ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഈ പറയപ്പെടുന്ന മൈൻഡ് മാപ്പിംഗ് എന്നുള്ളത്. ഓക്കെ. ഇവിടെ എന്താണ്? ബ്രെയിൻ എന്ത് ചെയ്യും? നാച്ചുറലി ഓരോരോ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യും? അത് അസോസിയേറ്റ് ചെയ്ത് പഠിക്കും നമ്മൾ. ഓക്കെ. ഫൈൻ. ഇതാണ് ഈ പറയുന്ന മൈൻഡ് മാപ്പിംഗ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ. ഇവിടെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇറ്റ് റിഫ്ലെക്ട്സ് ഹൗ ദി ബ്രെയിൻ നാച്ചുറലി അസോസിയേറ്റ് ഇൻഫർമേഷൻ, ക്രിയേറ്റ് ഡൈനാമിക് പാറ്റേൺ ഓഫ് ഇന്റർകണക്റ്റഡ് തോട്ട്സ്. ഓക്കെ. ഒരുപാട് ഇന്റർകണക്ട് ആയിട്ടുള്ള തോട്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ പറയുന്ന മൈൻഡ് മാപ്പിംഗ് എന്നത്. അണ്ടർസ്റ്റുഡ്? ഇതാണ് എന്ത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോ കാണുന്ന 60% ഓഫ് ആളുകൾ റീസെന്റ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് നോക്കുന്ന സമയത്ത് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ആകെ 40% വ്യൂസ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇതുവരെ കണ്ടത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുക്കുന്നത്. ഒരുപാട് യൂസേഴ്സിന് ഏറ്റവുമായിട്ട് പേപ്പർ 1, പ്രത്യേകിച്ച് പേപ്പർ 1 അപ്ഡേഷൻസ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ MCQ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഒരുപാട് ഈ പറയപ്പെടുന്ന MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്.
ഓക്കെ, അതുപോലെ തന്നെ വോയിസ് ഡിസ്കഷൻസ് നടക്കാറുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നടക്കാറുണ്ട്. എല്ലാം ഞാൻ ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യും. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് എന്താണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ്. ടീച്ചേഴ്സ് ക്രിയേറ്റ് ഡിസയർ, ലെക്ചർ ഡെവലപ്പ് ഇന്റലക്ട്, ടീച്ചേഴ്സ് ആർ ബോർഡ്. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ്? ബി ആണ്. ടീച്ചേഴ്സ് ക്രിയേറ്റ് ഡിസയർ. ഓക്കെ, teaching is not just delivering content, it is about motivation. Okay, teacher's primary role is to act as a facilitator who sparks curiosity and desire to learn, which makes the learning process self-sustaining for the students. Okay, അപ്പോൾ ടീച്ചിങ് പിന്നെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈമറി റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എന്താണ് ഈ പറയപ്പെടുന്ന ക്യൂരിയോസിറ്റി സ്പാർക്ക് ചെയ്യിപ്പിക്കുക. കുട്ടികൾക്ക് എന്താണ് ക്യൂരിയോസിറ്റി ഇവിടെ സ്പാർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഗോൾസിൽ വരുന്ന ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദാറ്റ് വിൽ ബി ദർ. അതിനുശേഷം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏതാണ്? ഇവിടെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യണം അല്ലെ, ക്രിയേറ്റ് ഡിസയർ എന്നുള്ളതാണ്. ഓക്കെ ഫൈൻ. ഇപ്പൊ ഇതാണ് എന്ത് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ബി ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ടീച്ചേഴ്സ് ക്രിയേറ്റ് ഡിസയർ. ഓക്കെ, പിന്നെന്താണ്? ഇഫ് എ സ്റ്റുഡന്റ് ആബ്സെൻസ് ഫോർ എ ലോങ് ടൈം, ഓക്കെ, നോ കോസ്, പണിഷ്, ഇഗ്നോർ, ഇൻഫോം പാരന്റ്സ്. നമുക്ക് എല്ലാവർക്കും വരുന്ന കാര്യമാണ് എന്താണ്? നോ കോസ് അല്ലെ. ഒരു കുട്ടി ഒരുപാട് കാലം ലീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടീച്ചേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, എ സ്റ്റുഡന്റ് സെൻട്രിക് അപ്രോച്ച് റിക്വയർസ് എംപതി. വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം, ടീച്ചറുടെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വാളിറ്റി ആണ് എംപതി. ബിഫോർ ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ ഓർ ഇൻഫോമിംഗ് അതോറിറ്റീസ്, എ ടീച്ചർ മസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റ് ദി റൂട്ട് കോസ് ഓഫ് ആബ്സെൻസ് ടു ഈ ദി സ്റ്റുഡന്റ് ഈസ് ഫേസിംഗ് പേഴ്സണൽ ഹെൽത്ത് ഓർ അക്കാഡമിക് ഇഷ്യൂസ് അല്ലെ. അതായത് എന്തെങ്കിലും സ്ട്രിക്റ്റ് അക്കാഡമിക് ആക്ഷൻസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർ അറിഞ്ഞിരിക്കേണ്ട, അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ആ കുട്ടി എന്തുകൊണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യലാണ്. ഇതാണ് ഈ പറയുന്ന എംപതി എന്നുള്ള ഒരു മീനിങ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ ഓപ്ഷൻ എ ആട്ടോ, നോ കോസ് എന്നുള്ളതാണ്. ഓക്കെ, ടീച്ചർ ഇൻ ക്ലാസ് ഈസ് ഡയറക്ടർ, പ്രസിഡന്റ്, ലീഡർ, സൂപ്പർവൈസർ. ഓക്കെ, ഡയറക്ടർ, ലീഡർ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാല് ഭയങ്കര ഈസി ആണെന്ന് ചിന്തിക്കരുത്. നമുക്കൊരു ലോജിക്ക്, നമ്മുടെ ഇതിൽ ചെറിയ ക്വസ്റ്റ്യൻ. ലീഡർ, സൂപ്പർവൈസർ, ഇതെല്ലാം എന്താണ് വരാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻസ് ആണ് അല്ലെ. ഒരു ടീച്ചർ ലീഡർ ആണ്ടി വരും, സൂപ്പർവൈസർ ആണ്ടി വരും, ഡയറക്ടർ ആണ്ടി വരും, റൈറ്റ്. പ്രസിഡന്റ് ഒരു ഓപ്ഷന് ഒരു ലോജിക്ക് ഇല്ല, എന്നാലും ഉണ്ട്, റൈറ്റ്. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മള് ഏതൊരു സംഘടനക്കും പ്രസിഡന്റ്, അതുപോലെ തന്നെ ഒരു ക്ലാസിന്റെ പ്രസിഡന്റ് ആകാനുള്ള സാധ്യത ടീച്ചേഴ്സിനുണ്ട്, റൈറ്റ്. അതുപോലെ തന്നെ ലീഡർ, സൂപ്പർവൈസർ, ഇതൊക്കെ എന്താണ് ഏകദേശം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ചെറുതാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് അതിന്റെ ആൻസർ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? സി ആണ്, ലീഡർ ആണ്. ഓക്കെ, the modern role of a teacher has shifted from authoritarian to a facilitator. Understood? അവിടെ ലോജിക്ക് മനസ്സിലായില്ലേ? ഈ പ്രസിഡന്റ്, സൂപ്പർവൈസർ എന്നെല്ലാം പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ടൈപ്പ് ഓഫ് അതോറിറ്റി ഉണ്ട്. ലീഡർ എന്ന് പറയുന്നത് എന്താണ്? ലീഡർ ഈസ് നോട്ട് ഈക്വൽ ടു ബോസ്. അണ്ടർസ്റ്റുഡ്? ലീഡർ ഈസ് നോട്ട് ഈക്വൽ ടു സൂപ്പർവൈസർ. ലീഡർ ഈസ് നോട്ട് ഈക്വൽ ടു ഡയറക്ടർ. ലീഡർ, അപ്പോ നിങ്ങൾ എന്താണ് ലീഡേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് ഇല്ല, പേപ്പർ 1 ഇല്ല. ഓക്കെ, ആ ഒരു ഭാഗം പഠിക്കാനില്ല. അപ്പം എന്താണ് ഫെസിലിറ്റേറ്റർ ആണ് അല്ലെ. ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് മോഡേൺ റോൾ. ടീച്ചർ ഈ മോഡേൺ റോളില്, മോഡേൺ കാലഘട്ടത്തില് ടീച്ചേഴ്സിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് എന്താണ്? ഫെസിലിറ്റേറ്റർ ആണ് അല്ലെ. കുട്ടികൾക്ക് കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ കണ്ണിൽ നിന്ന് ലോകത്തെ കാണുക, അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കുക, അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ട് ക്ലാസിന്റെ മെത്തേഡ്സുകൾ ചേഞ്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഓക്കെ, ഒരു അതോറിറ്റേറിയൻ അപ്രോച്ച് അല്ല. ടീച്ചർ എന്താണ് പറയുന്നത് കുട്ടികൾക്ക് കേൾക്കണം എന്നുള്ളതല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നല്ലൊരു ലീഡറാണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ലീഡറാണ്. ഓക്കെ, ടീച്ചർ ആക്ട് ആസ് എ ലീഡർ ഹു ഇൻസ്പയർസ് ആൻഡ് ഗൈഡ്, ഹു ഹെൽപ്സ് സ്റ്റുഡൻസ് നാവിഗേറ്റ് ത്രൂ ദി കരിക്കുലം ആൻഡ് ദർ പേഴ്സണൽ ഗ്രോത്ത് അല്ലെ.
കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ, നമുക്ക് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ എന്തായിരിക്കും, ചില ആളുകൾക്ക് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഭയങ്കര താല്പര്യമുള്ള ആളുകളുണ്ടാവും. ഓക്കെ, അങ്ങനെ ആളുകളൊക്കെ എന്താണ് നമ്മളെ ഇൻസ്പയർ ചെയ്യാണ്. അതുപോലെ തന്നെ കുട്ടികൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാണ്. നിങ്ങൾ എന്ത് കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത്, നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം, ജസ്റ്റിസ് നീതിബോധം എങ്ങനെ ഉണ്ടാകണം, ഓക്കെ, ഒരു പിന്നെ സിറ്റിസന്റെ റോൾ എന്തൊക്കെയാണ്, ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യാണ്. ഈ എൻ്റെ കരിക്കുലം തീരുന്നത് വരെ ഒരു നല്ലൊരു ലീഡർ ആയിട്ട് കുട്ടികളുടെ കൂടെ കാര്യങ്ങളെ ഫ്ലോ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. സോ ദേ ഷുഡ് ബി എ ലീഡർ. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് എന്താണ് ഇമ്പോർട്ടൻറ്റ് ടീച്ചർ ക്വാളിറ്റി? ഓക്കെ, നോളജ്, കമ്മ്യൂണിക്കേഷൻ, വെൽഫെയർ കൺസേൺ ആൻഡ് ലീഡർഷിപ്പ്. ഓക്കെ, ഇവിടെ വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ടീച്ചർ ക്വാളിറ്റി ആണ്. സെക്കൻഡ്, അപ്പൊ ഇവിടെ എന്താണ്, നോളജ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വെൽഫെയർ കൺസേൺ, ലീഡർഷിപ്പ് ഉണ്ട്. നല്ല ലീഡർ ആണ്, ശരിയാണ്. വെൽഫെയർ ഉണ്ടാണ്, നല്ല കമ്മ്യൂണിക്കേറ്റ് ആണ്. നോളജ് ഇല്ലാതെ ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കാര്യം ഇല്ല. റൈറ്റ്? അപ്പൊ നോളജ് ആണ് ഈ പറയപ്പെടുന്ന ക്വാളിറ്റീസിൽ, ഇതെല്ലാം ക്വാളിറ്റീസ് ആണ്. പക്ഷെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചറിന്റെ ക്വാളിറ്റി ഏതാണ്? നോളജ് ആണ്, അറിവ് ഉണ്ടാകുക എന്നുള്ളതാണ്. സബ്ജക്ട് നോളജ് കൃത്യമായിട്ടുള്ള ഐഡിയ അവർക്ക് ഉണ്ടാണ്. അപ്പൊ സബ്ജക്ട് നോളജ് ഇല്ലാതെ, കാരണം ഞാൻ മുന്നേ കുറച്ച് ഡിസ്കസ് ചെയ്താണ്, ഒരു ടീച്ചറിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക. അതായത് ഓർഗനൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? കാര്യങ്ങൾ പഠിച്ച് ഏതൊക്കെ ടീച്ചിങ് മെത്തേഡ്സുകൾ ഉപയോഗിച്ച് എക്സാംസ് കണ്ടക്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് കുട്ടികളുടെ റിപ്പോർട്ട് തയ്യാറാക്കി അങ്ങനെ എന്ത് ചെയ്യാം, ഒരു കരിക്കുലം മൊത്തം കൊണ്ടുപോകാന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു കാര്യം പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നോളജ് വേണം. സോ അതൊരു ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ആണ്. റൈറ്റ്? ആൻസർ എ ആണ്. So while communication and empathy are vital, they cannot compensate lack of content knowledge. Exactly, right? അപ്പൊ കമ്മ്യൂണിക്കേഷനും എംപതിയും ലീഡർഷിപ്പും ഒക്കെ എന്താണ്? വൈറ്റൽ ആയിട്ടുള്ള റോളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ്. പക്ഷെ അതൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും നോളജിനെ സപ്രസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഓക്കെ, സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടൈസ് ഈസ് ദി ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് ഓൾ അതർ ടീച്ചിങ് സ്കിൽസ് ആർ ബിൽറ്റ്. അല്ലെ? ഒരു സബ്ജക്ട്, ഇപ്പൊ ഞാൻ ഇപ്പം ബിസിനസ് മാർക്കറ്റിംഗിന്റെ ഒരു ടീച്ചറാണ്, മാർക്കറ്റിംഗ് ഫാക്കൽറ്റി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടാകേണ്ടുന്ന എല്ലാ ക്വാളിറ്റീസും എന്തിന്റെ മുകളിലായിരിക്കണം? സബ്ജക്ട് നോളജിന്റെ മുകളിലായിരിക്കണം. എല്ലാ ക്വാളിറ്റീസും കഴിഞ്ഞിട്ടല്ല ഞാൻ ആ സബ്ജക്ട് പഠിക്കേണ്ടത്. ആ സബ്ജക്റ്റിൽ എനിക്ക് നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. അതിനുശേഷമാണ് ഈ എംപതി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരും. എ ടീച്ചർ കനോട്ട് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് വാട്ട് ദേ ഡു നോട്ട് ഡീപ്ലി അണ്ടർസ്റ്റാൻഡ്. റൈറ്റ്? അവർക്ക് പിന്നെന്താണ്, ഡീപ്ലി അറിയാത്ത ഒരു വ്യക്തിക്ക് എന്താണ്, ഒരു വിഷയത്തെ പറ്റി കൃത്യമായ ധാരണ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അവർക്ക് എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തല്ല അവിടെ പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ അതാണ് ഈ പറയപ്പെടുന്ന ആൻസർ. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? നോളജ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്താണ്, which are the following are not characteristics of a good achievement test? അല്ലെ? അപ്പൊ നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ക്യാരക്ടർ നമുക്ക് നോക്കാം. റൈറ്റ്? അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ക്യാരക്ടർ. ഓക്കെ, റിലയബിലിറ്റി. അതുപോലെ റിലയബിലിറ്റി എന്താണ്? റിലയബിലിറ്റി അതൊരു ക്വാളിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടെസ്റ്റുകള് ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്ക് പല സമയത്ത് കൊടുക്കുമ്പോൾ സെയിം റിസൾട്ട് കിട്ടണം. അതായത് ഒരു ഇവാലുവേഷൻ മെത്തേഡ് എന്തായിരിക്കണം? അത് എത്ര കുട്ടികളിൽ പോയി കഴിഞ്ഞാലും അവരുടെ എല്ലാവരുടെയും നോളജ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കണം. അതാണ് റിലയബിലിറ്റി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റിസർച്ച് ആപ്പിൽ റിലയബിലിറ്റിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. റിലയബിലിറ്റി, വാലിഡിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിന്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. റിലയബിലിറ്റി പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു എന്താണ്, അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഒരു ക്യാരക്ടറാണ്. പിന്നെ വാലിഡിറ്റി അത് വേണം. പിന്നെ എന്താണ്, ഒബ്ജക്ടിവിറ്റി വേണം. ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമ്മളുടെ അച്ചീവ്മെന്റ് ടെസ്റ്റിന് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഗുഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ റിലയബിൾ, കൺസിസ്റ്റന്റ് റിസൾട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ വാലിഡ്, മെഷേഴ്സ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു. എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് മെഷർ ചെയ്യുന്നുണ്ടോ. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്, അൺബയാസ്ഡ് ആയിട്ടുള്ള സ്കോറിംഗ് ഉണ്ടാവണം. ആംബിഗ്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? കൺഫ്യൂഷന് അല്ലെങ്കിൽ അൺക്ലിയർനെസ്, ക്ലിയർ അല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി കൃത്യമായ ധാരണ ഇല്ലാതിരിക്കുക, അതാണ് ആംബിഗ്വിറ്റി. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു നല്ല അച്ചീവ്മെന്റ് ടെസ്റ്റിന് വേണ്ടുന്ന റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്ടിവിറ്റി ഉണ്ട്. പക്ഷെ
ആംബിഗ്യൂറ്റി എന്താണ്? ഒരു നല്ല അച്ചീവ്മെന്റ് ടെസ്റ്റിൽ വേണ്ടാത്ത അല്ലെ, ക്യാരക്ടറിൽ വേണ്ടാത്ത കാര്യമാണ്. സോ ഇതാണ് എന്ത് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ കേട്ടോ, ആംബിഗ്യൂറ്റി. ഫൈൻ. നെക്സ്റ്റ് എന്താണ്? ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് യൂസ്ഡ് ടു ഗ്ലോറിഫൈ, അട്രാക്ട്, ക്ലാരിഫൈ, ഡിസിപ്ലിൻ. അപ്പൊ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് നമ്മളൊരു ടീച്ചിങ് എൻവയോൺമെന്റിൽ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എയ്ഡ്സ് എപ്പോഴാണ് കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഗ്ലോറിഫൈ ഉണ്ട്, അട്രാക്ട് ചെയ്യാനുണ്ട്, ക്ലാരിഫൈ ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്. നമുക്ക് ഏതാ നോക്കാം. കറക്റ്റ് ആൻസർ സി ആണ്, ക്ലാരിഫൈ ആണ്. ഓക്കെ, എ ഗുഡ് ടെസ്റ്റ്. ഓക്കെ, സോ അതിന്റെ സ്ലൈഡ് മാറിട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലാരിഫിക്കേഷൻ ആണ്. ഞാനത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ അതിന്റെ സ്ലൈഡ് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് ജസ്റ്റ് മാറിപ്പോയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ക്ലാരിഫിക്കേഷൻ ആണ് അല്ലെ. നമ്മളെ ഇപ്പം ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ പ്രൊജക്ടർ യൂസ് ചെയ്യാണ്. പ്രൊജക്ടർ യൂസ് ചെയ്യുന്നതിനാണ് ഇപ്പം ഞാൻ പറയാണ് പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫിസിക്സിൽ ഞാൻ ന്യൂട്ടന്റെ തേർഡ് ലോ ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. ഇപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ല. ഞാനത് തിയറിറ്റിക്കലി പറയുന്നതാണോ, ഒരു പ്രൊജക്ടർ വെച്ചുകൊണ്ട് കാര്യങ്ങള് ഒരു ഒരു കാറിൽ ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ബ്രേക്ക് ഇടുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാം ഞാൻ പ്രൊജക്ടർ യൂസ് ചെയ്തിട്ട്. റൈറ്റ്. അപ്പൊ ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സ് ഒക്കെ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ടീച്ചിങ് എൻവയോൺമെന്റിൽ ക്ലാരിഫിക്കേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കുട്ടികൾക്ക് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി നല്ല രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയപ്പെടുന്ന ഇൻസ്ട്രക്ഷണൽ എയ്ഡ്സുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ, ക്ലാരിഫൈ. ഫൈൻ. പിന്നെന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാലഞ്ച് ബിഫോർ എ ടീച്ചർ? ഓക്കെ, ഒരു ടീച്ചറിന്റെ മുന്നിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് എന്താണ്? ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ, ടു മേക്ക് സ്റ്റുഡൻസ് ഡു ദെയർ ഹോംവർക്ക്, ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻ പേപ്പർ, ടു മേക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എൻജോയബിൾ. ഇതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിട്ട് ടീച്ചേഴ്സിന്റെ മുന്നിൽ ഉണ്ടാകേണ്ടതുള്ളത്? ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ടു മേക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എൻജോയബിൾ. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് എന്നുള്ളത്. ഇഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഈസ് എൻജോയബിൾ ആൻഡ് എൻഗേജിങ്, അതർ ഇഷ്യൂസ് ലൈക്ക് ഡിസിപ്ലിൻ, ഹോംവർക്ക് ഓഫൺ റീസോൾവ് ദംസെൽസ് അല്ലെ. അതായത് ടീച്ചിങ്ങിൽ ഒരു ടീച്ചർ എന്താണ് നല്ല എൻജോയബിൾ ആയിട്ട്, നല്ല എന്താ പറയാ, എൻജോയ് ചെയ്തുകൊണ്ട്, എൻഗേജിങ് ആക്കിയിട്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. ലൈക്ക് ഡിസിപ്ലിൻ, ഹോംവർക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സോൾവ് ആയി. ഓക്കെ, മേക്കിംഗ് എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റിംഗ് ഈസ് ദി ഹാർഡസ്റ്റ് യെറ്റ് മോസ്റ്റ് റിവാർഡിംഗ് ചാലഞ്ച് ഫോർ എൻ എഡ്യൂക്കേറ്റർ. ഒരു എഡ്യൂക്കേറ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങള് വളരെ ഇൻട്രസ്റ്റോട് കൂടി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല റിവാർഡിംഗ് ഉള്ള ഒരു ചാലഞ്ച് എന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ, ഡി ആണ്, ടു മേക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എൻജോയബിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടീച്ചിങ് എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാളിഫിക്കേഷൻ, പേഴ്സണാലിറ്റി, ഹാൻഡ് റൈറ്റിംഗ്, സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇതിലേതാണ് ടീച്ചിങ് എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ് ആയിരിക്കുന്നതാണ്? സോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ്, ആ ഒരു സബ്ജക്ട് നോളജ് ആണ്. റൈറ്റ്, സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഓക്കെ, higher qualifications or a pleasing personality are helpful, but the clarity of the subject in the teacher's mind directly correlates with how well the students learn. Okay, എക്സ്പ്ലെയിൻ ചെയ്തല്ലോ ഓൾറെഡി, മുന്നേ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഓക്കെ, സബ്ജക്ട് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് എബിലിറ്റി? പറയൂ, ഇതിൽ ഏതാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് എബിലിറ്റി? ഓക്കെ, നോയിങ്, അണ്ടർസ്റ്റാൻഡിങ്, അനലൈസിങ്, ഇവാലുവേറ്റ്. ഓക്കെ, നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് നോക്കാം. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഏതാണ്? ഇവാലുവേറ്റിംഗ് ആണ്. ഫൈൻ. അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി, ദ കോഗ്നിറ്റീവ് ലെവൽസ് ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ് ആർ ആദ്യം നോളജ്, അതിനുശേഷം കംപ്രഹെൻഷൻ, ഓക്കെ, അതിനുശേഷം ആപ്ലിക്കേഷൻ, അതിനുശേഷം അനാലിസിസ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണേ. അനാലിസിസ്, അതിനുശേഷം സിന്തസിസ്, അതിനുശേഷം ഇവാലുവേഷൻ. ഇതാണ് ബ്ലൂംസ് ടാക്സോണമിന്റെ എന്താണ്, താഴെയിൽ നിന്ന് ലോവസ്റ്റിൽ നിന്ന് ഹയസ്റ്റിലോട്ടുള്ള ആ ഒരു പാറ്റേൺ.
ഓക്കെ, നോളജിൽ നിന്ന് ലാസ്റ്റ് വരുന്ന എവിടെയാണ്? ഇവാലുവേഷനിലാണ്. ഓക്കെ, evaluating involves making judgment based on criteria and standards representing the most complex cognitive task. അല്ലെ, ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് ജഡ്ജ് ചെയ്യലാണ്. ഇപ്പൊ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പേപ്പർ ജഡ്ജ് ചെയ്യലാണ്. അല്ലെ, കുട്ടികൾ എഴുതിയത് ശരിയാണോ തെറ്റാണോ എന്നത്. അതാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ടാസ്ക് എന്നത്. ഓക്കെ, നോളജ് നിന്ന് ഈ പറയപ്പെടുന്ന ഇവാലുവേഷനിലോട്ടുള്ള എല്ലാ സ്റ്റെപ്സുകളും ആണ് ഈ പറയുന്ന ബ്ലൂംസ് ടാക്സോണമിന്റെ കോഗ്നിറ്റീവ് ലെവൽസ് നിങ്ങൾ മനസ്സിലാക്കണം. നോട്ട് ഡൗൺ ചെയ്യണം ഇതൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദി മെയിൻ ഒബ്ജക്റ്റീവ്. Yeah. So the main objective of teaching is to give information related to the syllabus, to prepare students for jobs, to help students pass examination, to create a conducive environment for learning. Okay, ഇതിൽ ഏതാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ടീച്ചിങ്ങിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ എന്താണ്? ഓക്കെ, ഓപ്ഷൻ ഡി ആട്ടോ. ടു ക്രിയേറ്റ് എ conducive എന്ന് പറയും. Just a second, let me check it. Conducive എന്ന് പറയുന്നത് എന്താ? ഓക്കെ, conducive തന്നെ പറയാം. ഓക്കെ, ടു ക്രിയേറ്റ് കൺഡ്യൂസീവ് എൻവയോൺമെന്റ് ഫോർ ലേണിംഗ് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് കൺഡ്യൂസീവ് ലേണിംഗ് നമുക്ക് നോക്കാം. ഓക്കെ, ടീച്ചിങ് ഈസ് മോർ ദാൻ ജസ്റ്റ് ഡാറ്റ ഡെലിവറി ഓർ ജോബ് പ്രിപ്പറേഷൻ. ഇറ്റ്സ് കോർ ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് എ കൺഡ്യൂസീവ് എൻവയോൺമെന്റ് വേർ സ്റ്റുഡൻസ് ക്യാൻ ഗ്രോ ഇന്റലക്ച്വലി, സോഷ്യലി ആൻഡ് ഇമോഷണലി. ഓക്കെ, ഇതെല്ലാം ഇന്റലക്ച്വലി, സോഷ്യലി, ഇമോഷണലി ഗ്രോ ചെയ്യാനുള്ള എൻവയോൺമെന്റിന് വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന കൺഡ്യൂസീവ് എൻവയോൺമെന്റ്. നോട്ട് ഡൗൺ ചെയ്യണേ പുതിയ പുതിയ വേർഡ്സുകളൊക്കെ. ഓക്കെ, അതാണ് ഈ പറയുന്ന കൺഡ്യൂസീവ് ലേണിംഗ് എൻവയോൺമെന്റ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഡി ആണ്. ഓക്കെ, ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്ങിൽ വരുന്നത്. ഓക്കെ, യെസ്. പിന്നെ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ഫാക്ടർ ഇൻ അണ്ടർലൈങ് ദി സക്സസ് ഓഫ് ബിഗിനിങ് എ ടീച്ചർ. ഓക്കെ, ഒരു ടീച്ചർ ടീച്ചിങ്ങിൽ ബിഗിൻ ചെയ്യുന്നതില് പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സിംഗിൾ ഫാക്ടർ എന്താണെന്ന്? സ്കോളർഷിപ്പ്, കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി, പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു ലീഡ് ദ ക്ലാസ്, ഓർഗനൈസേഷണൽ എബിലിറ്റി. ഓക്കെ, ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംഗിൾ ഫാക്ടർ ഏതാണെന്ന് എനിക്ക് ചോദിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു റിലേറ്റ് ടു ദി ക്ലാസ് ആൻഡ് ടു ദി പ്യൂപ്പിൾസ്. ഓക്കെ, സോ എന്താണ്? ഫോർ എ ന്യൂ ടീച്ചർ, the ability to build a rapport and establish a connection with students is crucial. ഒരു പുതിയ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം റാപ്പോർട്ട് ബിൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു തുടക്കത്തിൽ ഉണ്ടാക്കുന്ന നല്ലൊരു ബന്ധം. ഓക്കെ, ആൻഡ് എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ. ആ ഒരു ബന്ധം നമ്മൾ എന്ത് ചെയ്യണം? എപ്പോൾ നിലനിന്ന് കൊണ്ടുപോകണം. കുട്ടികളുമായിട്ടൊരു കണക്ഷൻ എപ്പോൾ നമുക്ക് എന്ത് വേണം? അവർക്ക് മനസ്സിലാകണം നമ്മൾ ചെയ്യുന്നത് അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മളെ കണക്ഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും? കൃത്യമായിട്ട് അത് കിട്ടും. ഓക്കെ, if the students don't relate to the teacher's personality, even great scholarship will fail to translate into effective learning. അല്ലെ, അതായത് ടീച്ചറിന്റെ നല്ലൊരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ടീച്ചറിന്റെ പേഴ്സണാലിറ്റി കുട്ടികൾക്ക് അത്ര രീതിയിൽ പോസിറ്റീവായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര വലിയ നോളജ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു എഫക്റ്റീവ് ലേണിങ്ങിലോട്ട് അതെന്ത് ചെയ്യില്ല, ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് എത്തിക്കൊള്ളണമില്ല എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ലിസണിങ് ഈസ് ഫിസിക്കൽ ആക്ട്, മെന്റൽ ആക്ട്, നാച്ചുറൽ ആക്ട് ആൻഡ് സോഷ്യൽ ആക്ട്. ലിസണിങ്, ഓക്കെ, ഒരു ഫിസിക്കൽ ആക്ട് ആണോ, മെന്റൽ ആക്ട് ആണോ, നാച്ചുറൽ ആക്ട് ആണോ, സോഷ്യൽ ആക്ട് ആണോ? ഡെഫിനറ്റ്ലി എന്താണ്? ഒരു മെന്റൽ ആക്ട് ആണ്, റൈറ്റ്? While hearing is a physical act, the ear receiving sound waves, listening is a conscious mental act that involves paying attention, interpreting and processing the information. ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ് ഈ പറയുന്ന കുട്ടികളെ ലിസൺ ചെയ്യുന്നത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് അറ്റൻഷൻ കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി ജഡ്ജ് ചെയ്യാതെ അവർക്ക് എന്താണോ പറയാനുള്ളത് മൊത്തമായിട്ട് ഇരുന്ന് കേൾക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടീച്ചറുടെ ഒരു ക്വാളിറ്റിയാണ്, റൈറ്റ്? അപ്പൊ എന്താണ് ഇവിടെ
ഇതെന്താണ്? വൈൽ ലിസണിങ് എന്താണ്? ഒരു മെന്റൽ ആക്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മാക്സിമം പാർട്ടിസിപ്പേഷൻ ഓഫ് എ സ്റ്റുഡൻസ് ഡ്യൂറിങ് എ ടീച്ചിങ് ഈസ് പോസിബിൾ ത്രൂ ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്. ഇത് ഏത് മെത്തേഡിലാണ് നമുക്ക് കുട്ടികളുടെ ഒരു മാക്സിമം പാർട്ടിസിപ്പേഷൻസും മാക്സിമം എൻഗേജ്മെന്റും നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും? അതിൽ ഇത് ഏത് ടീച്ചിങ് മെത്തേഡിലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എ ബി സി ഡി ഏതാണ്? ഇതേ പറയൂ. ഇവിടെ ബി ആണ്, അതായത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണ്. ഓക്കെ, സോ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് സ്റ്റുഡൻസ് സീ ഇറ്റ് ആസ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ തിയറി. ദിസ് വിഷ്വൽ ആൻഡ് ഓഫൺ ഹാൻഡ്സ് ഓൺ അപ്രോച്ച്. അപ്പൊ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് പ്രധാനമായിട്ട് എന്താണ്? അത് വിഷ്വലിയും അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ആ രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ്. ഓക്കെ, നാച്ചുറലി ഡ്രോസ് മോർ ക്യൂരിയോസിറ്റി, റൈറ്റ്? നമ്മൾ വിഷ്വലിയും അതുപോലെ തന്നെ ഹാൻഡ്സ് ഓൺ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് എന്താണ്? ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടാവും. ആൻഡ് പാർട്ടിസിപ്പേഷൻ, ക്യൂരിയോസിറ്റിയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും കമ്പയർഡ് ടു എ സ്റ്റാൻഡേർഡ് ലെക്ചർ ഓർ ടെക്സ്റ്റ് ബുക്ക് റീഡിംഗ്, അല്ലെ? ലെക്ചറിങ്ങും ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങും ഒന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് ഒരു വേറെ തന്നെ ഒരു ക്യൂരിയോസിറ്റി പറയപ്പെടുന്ന ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് വഴി കുട്ടികൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ബി. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ്? ഇതിൽ ഏതാണ് മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൽ വരുന്ന ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ഇൻവെന്ററീസ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് സ്കെയിൽസ്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ സി ആണ്, അതായത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അവിടെയാണ് മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് കാഴ്ച വെക്കാൻ പറ്റുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താന്നുള്ളത്. മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ് ലൈക്ക് ആപ്റ്റിറ്റ്യൂഡ് ഓർ ഐക്യു ടെസ്റ്റ് require the test taker to do their absolute best to achieve the highest score. In contrast, typical performance test like personality or attitude scales just measure how a person usually behaves or feels. Exactly right. അതായത് പിന്നെ ഇവിടെ എന്താണ്? ഈ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഐക്യു ടെസ്റ്റ്, ഇതിനെ വിളിക്കുന്ന കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന മാക്സിമം പെർഫോമൻസ് ടെസ്റ്റ്. ഇതിനെന്താണ്? ഇതിന് ടെസ്റ്റ് ടേക്കർ എന്ത് ചെയ്യണം? അവരുടെ ആബ്സല്യൂട്ട് കാര്യങ്ങൾ കൊടുത്താലാണ് ഇവിടെ ഹയസ്റ്റ് സ്കോർ കിട്ടുള്ളൂ. ഓക്കെ, അതായത് ഒരു ആളുടെ ഏറ്റവും അൾട്ടിമേറ്റ് എബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഐക്യു ടെസ്റ്റ്. കുറച്ചും കൂടി ഇൻ ഡെപ്തിലോട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേ സമയത്ത് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഓക്കെ, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതുപോലെ ഈ പറയപ്പെടുന്ന ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഒരു ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റ് ആണ്. ഓക്കെ, ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം ടെസ്റ്റ്. പക്ഷെ ആപ്റ്റിറ്റ്യൂഡ് ഐക്യു ടെസ്റ്റിൽ എന്താണ്? കുറച്ചും കൂടി ഒരു ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഇൻഡെപ്തിലുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണ്? മാക്സിമം പെർഫോമൻസ് ടെസ്റ്റിൽ വരുന്ന എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ബാക്കി പ്രൊജക്ട് പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഒരു ടിപ്പിക്കൽ പെർഫോമൻസ് ടെസ്റ്റ് ആണ്. അല്ലെ, ബിഹേവിയർ, അവരുടെ അവരിങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, അവരിങ്ങനെയാണ് ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദി കോർ ഓഫ് ടീച്ചിങ് ഈസ് എന്താണ്? ദി കോർ ഓഫ് ടീച്ചിങ് ഈസ് പ്രസന്റേഷൻ, ക്ലാസ് റൂം മാനേജ്മെന്റ്, ഇന്ററാക്ഷൻ, അതുപോലെ ഇവാലുവേഷൻ. ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? സി ആണ്, ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഈസ് എ സോഷ്യൽ പ്രോസസ്, അല്ലെ? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഈ ഒരു സോഷ്യൽ പ്രോസസ് ആണ്. ദി ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് among students themselves is the heart of teaching. Without interaction it is just one way information. Okay, broadcasting, not teaching, അല്ലെ? അതായത് ടീച്ചിങ്ങിൽ വേണ്ടുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ് ഈ പറയുന്ന ഈ പറയപ്പെടുന്ന എന്ത് എന്ത് പറഞ്ഞത്? പൊസിഷൻ മാറിയപ്പോ പെട്ടെന്ന്. യെസ്, ഈ പറയപ്പെടുന്ന ടീച്ചിങ്ങിന്റെ കോർ എന്ന് പറയുന്നതാണ് ഇന്ററാക്ഷൻ ആണ്, അല്ലെ? കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, ടു വേ കമ്മ്യൂണിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ. ഓക്കെ, ഫോർ എ ടീച്ചർ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ബി കറക്റ്റ് റൈറ്റിംഗ് ഓൺ ദി ബ്ലാക്ക് ബോർഡ്? ബ്ലാക്ക് ബോർഡിൽ എഴുതുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്നുള്ളതാണ്. റൈറ്റിംഗ് ഫാസ്റ്റ് ആൻഡ് ക്ലിയർലി ആസ് പോസിബിൾ, റൈറ്റിംഗ് ദി മാറ്റർ ഫസ്റ്റ് ആൻഡ് ദെൻ ആസ്കിംഗ് സ്റ്റുഡൻസ് ടു റീഡ് ഇറ്റ്, asking a questions to students and then writing the answer as stated them, writing the important points as clearly as possible. Okay, എങ്ങനെയാണ് ബ്ലാക്ക് ബോർഡിൽ എഴുതുക എന്നുള്ളതിന് എന്തുണ്ട്? കൃത്യമായിട്ടുള്ള കുറച്ച് റൂൾസുകൾ ഉണ്ട്. ഓക്കെ, അതിലേതാണ് നമുക്ക് നോക്കാം. ഇതിലേതായിരിക്കും? നിങ്ങളത് ഗസ് ചെയ്യാം.
കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. റൈറ്റിംഗ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആസ് ക്ലിയർലി ആസ് പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ എക്സ്പ്ലനേഷൻ. Okay, the blackboard should not be a replica of textbook. It is a visual aid used to highlight key points, diagrams, and summarize clearly so the students can follow the structure of the lesson. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം കേട്ടോ. അതായത് ഈ ക്വസ്റ്റ്യൻ ഈ ലോജിക്ക് ഞാൻ ഈ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് അവര് അത് ഇവിടെ ഇപ്പം ബ്ലാക്ക് ബോർഡ് നിങ്ങൾ മാറ്റിയിട്ട് ജസ്റ്റ് PPT എടുക്കുക. PPT ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക. PPTയിൽ ചില ആളുകള് ഈവൻ ടീച്ചേഴ്സ് എല്ലാ കണ്ടന്റും കൊണ്ടായിട്ട് പേസ്റ്റ് ചെയ്യും. അപ്പൊ PPT എന്ന് പറഞ്ഞ എന്താ? PPT എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ എന്തിനാ? പേരെന്താണ്? PPTന്റെ ഫുൾ ഫോം എന്താണ്? പവർ പോയിന്റ്. അതായത് പവർഫുൾ ആയിട്ടുള്ള പോയിന്റുകളാണ് ആ സ്ലൈഡ്സിൽ ഉണ്ടായേണ്ടത്, എല്ലാ കാര്യങ്ങളും അല്ല. അണ്ടർസ്റ്റുഡ്? അപ്പോ ഈ കീ പോയിന്റ്സ്, ഡയഗ്രാംസ്, എന്തെങ്കിലും സമ്മറീസ്, എന്തെങ്കിലും ഒരു ആർട്ടിക്കിള് അത് ഷോക്കേസ് ചെയ്യാൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. ബ്ലാക്ക് ബോർഡ് ആയിക്കോട്ടെ, ബ്ലാക്ക് ബോർഡിൽ നമുക്ക് റൈറ്റിംഗ് മാത്രമാണ്. വിഷ്വലി വരുന്ന സമയത്ത് അവിടെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നിങ്ങൾ PPTയിൽ കൊടുക്കാവൂ. ബ്ലാക്ക് ബോർഡ് വരുന്ന സമയത്ത് എന്താണ്? കീ പോയിന്റ്സുകൾ ഹൈലൈറ്റ് ചെയ്യുക, ഡയഗ്രാംസ് വരക്കാൻ, കാര്യങ്ങൾ സമ്മറൈസ് ചെയ്യാൻ, അതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അവിടെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിന് പകരമായിട്ട് ബ്ലാക്ക് ബോർഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഡി ആണ്. റൈറ്റിംഗ് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആസ് ക്ലിയർലി ആസ് പോസിബിൾ. റൈറ്റ്? യെസ്. അയ്യോ, ഇത് റിസർച്ച് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. എന്താണ്? Which of the following statement is correct? Syllabus is a part of curriculum. Syllabus is annexure to curriculum. Curriculum is the same in all educational institutions affiliated to particular university. Syllabus is not same in all educational institutions affiliated to a particular university. Okay. Yeah. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത്? ഓക്കെ, എന്താണ് ആൻസർ? എ ആണ്. സിലബസ് ഈസ് എ പാർട്ട് ഓഫ് കരിക്കുലം ആണ്. ഓക്കെ, കരിക്കുലം എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രോഡ് ടോട്ടൽ മാപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. അതിലെ ആക്ടിവിറ്റീസ്, സബ്ജക്റ്റ്, ഓക്കെ, ഒരു സ്റ്റുഡന്റിന് ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യത്തിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ത്? കരിക്കുലം. ഓക്കെ, ആ ഡിഫറൻസ് എപ്പോഴും ഓർമ്മിച്ച് വെക്കുക. സിലബസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു സബ്ജക്റ്റിൽ കുട്ടി പഠിക്കേണ്ട ടോപ്പിക്സിന്റെ ഒരു ലിസ്റ്റ് ആണ് എന്ത്? സിലബസ്. അപ്പോ കരിക്കുലം എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആസ്പെക്ട് ആണ്, മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് ആണ്. അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഈ പറയപ്പെടുന്ന ആര്? സിലബസ്. ഓക്കെ, ഓർമ്മ വേണേ. അണ്ടർസ്റ്റുഡ്? Curriculum is a broad total map of experience, activities, and subject a student encounter. The syllabus is a specific list of topics to be covered in a particular subject. Therefore, the syllabus is a subset of the curriculum. അപ്പം സിലബസ് എന്ന് പറയുമ്പോൾ എന്താണ്? കരിക്കുലത്തിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. യെസ്. പിന്നെന്താണ് നെക്സ്റ്റ്? ഡൈനാമിക് അപ്രോച്ച് ടു ടീച്ചിങ് മീൻസ്, ടീച്ചിങ്ങിൽ ഡൈനാമിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? Teaching should be forceful and effective. Teachers should be energetic and dynamic. Topics of teaching should not be static but dynamic. The student should be required to learn through activities. Okay, dynamic approach to teaching ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് ഏതാ നോക്കാം. ഏതാണ്? ആൻസർ ഡി ആണ് കേട്ടോ. The student should be required to learn through activities. അല്ലെ? ആക്ടിവിറ്റീസ് ത്രൂ ലേൺ ചെയ്യലാണ് ടീച്ചിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് അപ്രോച്ച്. Okay, so എന്താണ്? ആൻസർ ഡി ആണ്. A dynamic approach implies that the classroom is active rather than passive. It emphasizes learning by doing, where students engage in activities, experiments, and discussion. അതായത് പണ്ട് ഒരു ട്രഡീഷണൽ ലേണിംഗ് എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫിക്സ്ഡ് ആയിരിക്കും, ഭയങ്കര റിജിഡ് ആയിരിക്കും. അതായത് ടീച്ചർ വരുന്നു, പഠിപ്പിക്കുന്നു, കേൾക്കുന്നു, എക്സാം എഴുതുന്നു, പോകും. പക്ഷെ ഇന്ന് അത് മൊത്തം ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇന്നത്തെ ലേണിംഗ് എൻവിറോൺമെന്റിനുണ്ട്. അവിടെ കുട്ടികൾ എന്താണ്? ഒരുപാട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നു, ഒരുപാട് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നു, ഒരുപാട് ഡിസ്കഷൻസിൽ ഇൻവോൾവ് ആകുന്നു. അങ്ങനെ ഒരു നോളജ് ഈ പറയപ്പെടുന്ന രീതിയിൽ അവരെന്ത് ചെയ്യാണ്? എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ കറക്റ്റ് ഓപ്ഷൻസ് ആൻസർ വരുന്നത് ഡി ഓപ്ഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ
the key teaching behaviors which have been observed to be contribute to effectiveness. Effectiveness contribute ചെയ്യുന്ന പ്രധാനപ്പെട്ട ടീച്ചിങ് ബിഹേവിയർ ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഒന്ന് ലെസൺ ക്ലാരിറ്റി, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി, ടീച്ചർ ടാസ്ക് ഓറിയന്റേഷൻ, സ്റ്റുഡന്റ് സക്സസ് റേറ്റ്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഓൾ ദ അബോവ് ആട്ടോ. എല്ലാ ഓപ്ഷൻസും എന്താണ് ഇതിന് കറക്റ്റ് ആണ്. ഫൈൻ. റിസർച്ച് Gary Borich identifies that key behaviors for effective teaching. Key behaviors for effective teaching. എന്തൊക്കെയാണ്? ഒന്ന് ലെസൺ ക്ലാരിറ്റി, അതായത് ക്ലിയർ എക്സ്പ്ലനേഷൻ. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണേ. ക്ലിയർ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ലെസൺ ക്ലാരിറ്റി, യൂസിങ് ഡിഫറെന്റ് ടൂൾസ്, സ്റ്റേയിങ് ഫോക്കസ്ഡ് ഓൺ ഗോൾസ് ആൻഡ് എൻഷുറിംഗ് സ്റ്റുഡൻസ് ആക്ച്വലി മാസ്റ്റർ ദി മെറ്റീരിയൽ. സക്സസ് റേറ്റ്, ലാസ്റ്റ് അവർക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, ഒരു എക്സാം ഒക്കെ നടത്തിയിട്ടുള്ള സക്സസ് റേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാം. ഇതെന്താണ് ഈ ബിഹേവിയർ ഫോർ എഫക്റ്റീവ് ടീച്ചിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടീച്ചിങ് ബിഹേവിയേഴ്സ് ആണ്. അണ്ടർസ്റ്റുഡ്? നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യാം. ഫൈൻ. പിന്നെന്താണ് നെക്സ്റ്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ലേണർ. ഒരു ലേണറുടെ കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ലെവൽ ഓഫ് വിഷ്വൽ ലിറ്ററസി, ബിലീഫ്, അക്കാഡമിക് സെൽഫ് കോൺസെപ്റ്റ്, അതുപോലെ പ്രയർ നോളജ്. ഇത് നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഏതാണ്? ഡി ആണ്, പ്രയർ നോളജ് ആണ്. ഓക്കെ. ഒരു ലേണറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോഗ്നിറ്റീവ് ക്യാരക്ടർ എന്താണ്? ഈ പറയപ്പെടുന്ന പ്രയർ നോളജ് ആണ്. ഓക്കെ. സോ എന്താ നമുക്ക് നോക്കാം. Cognitive characteristics relate to the mental process of the brain. Prior knowledge is information already stored in the learner's memory. അല്ലെ? ഓൾറെഡി ലേണറുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഈ പറയുന്ന പ്രയർ നോളജ് എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്ട് ഹൗ ദേ പ്രോസസ് ആൻഡ് ലിങ്ക് ന്യൂ ഇൻഫോർമേഷൻ. അല്ലെ? ഒരാൾക്ക് ഒരു വിഷയത്തെ പറ്റി എത്രത്തോളം പ്രയർ നോളജ് ഉണ്ടോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക? പുതിയ നോളജും പുതിയ ഇൻഫോർമേഷനും കണക്ട് ചെയ്യുക. ഇതെന്താണ്? ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. ഓക്കെ. അപ്പൊ ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? ഡി ഓപ്ഷൻ ആണ്. ഫൈൻ. യെസ്. ഇവിടെ എന്താണ്? ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ടീച്ചർ that affects teaching pertains to affective domain, cognitive domain, conative domain, psychomotor domain. Okay. Attitude of the teacher ഇതിൽ ഏത് ഡൊമൈനിൽ വരുന്നതാണ് ചോദിക്കുന്നത്. ഓക്കെ. ഏതായിരിക്കും? എ ആണ്, എഫക്റ്റീവ് ഡൊമൈനിലാട്ടോ. അപ്പൊ എന്താണ് എഫക്റ്റീവ് ഡൊമൈൻ? ദി എഫക്റ്റീവ് ഡൊമൈൻ ഡീൽസ് വിത്ത് ഇമോഷൻസ്, ഫീലിംഗ്സ്, വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. എ ടീച്ചേഴ്സ് enthusiasm, empathy or bias falls under this domain and heavily influence the classroom atmosphere and student motivation. Okay. ഈ ടീച്ചറുടെ എന്താണ് എന്തൂസിയാസവും എമ്പതിയും അതുപോലെ തന്നെ ബയാസും ഇമോഷൻസും ഫീലിങ്സ് ഒക്കെ വരുന്ന എവിടെയാണ്? ഈ പറയുന്ന എഫക്റ്റീവ് ഡൊമൈനിലാണ്. ഓക്കെ. ഇപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? എ ആണ്, എഫക്റ്റീവ് ഡൊമൈൻ ആണ്, ആറ്റിറ്റ്യൂഡ്. ഫൈൻ. ഇനി എന്താണ്? ദി മെയിൻ പർപ്പസ് ഓഫ് നാക്, നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. ഫുൾ ഫോം നോട്ട് ഡൗൺ ചെയ്യണേ. സെക്കൻഡ്. എന്താണ് നാക്കിന്റെ പ്രധാനപ്പെട്ട ഒരു പേർപ്പസ് എന്താണ്? ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ്, ടു ഗിവ് ഗ്രാന്റ്സ് ടു യൂണിവേഴ്സിറ്റീസ്, ടു കണ്ടക്ട് എൻട്രൻസ് എക്സാം, ടു പ്രൊവൈഡ് ടീച്ചേഴ്സ് ട്രെയിനിങ്. ഓക്കെ. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ടു ഇവാലുവേറ്റ് ദി പെർഫോമൻസ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ്. ഓക്കെ. നാക് അക്രഡിറ്റഡ് A+++ കാണല്ലേ? യാ. അപ്പോ നാക് ഈസ് ആൻ ഓട്ടോണമസ് ബോഡി. എഴുതണേ, ഓട്ടോണമസ് ബോഡി ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി UGC to assess and accredit higher education institution in India. It give grades like A++, B, etc. based on quality parameters like infrastructure, research and teaching. അല്ലെ? അതായത് ഇന്ത്യയിലുള്ള ഈ പറയപ്പെടുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചറും അവരുടെ റിസർച്ചും അവരുടെ ടീച്ചിങ് മെത്തേഡും അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു റാങ്കിങ്ങിനുണ്ട്. ഓക്കെ. അത് ചെയ്യുന്ന ആരാണ്? ഈ പറയുന്ന നാക് എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് under UGC. Okay. Yeah. Discussion method can be used when, okay, the topic is very difficult, topic is very easy, topic is unknown, all of the above. ഡിസ്കഷൻ മെത്തേഡ് നമ്മൾ ടീച്ചിങ് മെത്തേഡിലെ ഏത് ഭാഗത്താണ് യൂസ് ചെയ്യേണ്ടത് എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്.
കറക്റ്റ് ആൻസർ വരുന്നതാണ് എ ആണ്. ദ ടോപ്പിക് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ടോപ്പിക് ഭയങ്കര ഡിഫിക്കൽട്ട് ആവാൻ നമ്മൾ ഈ ഡിസ്കഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. While simple topics can be lectured, difficult topics benefit from discussion because it allows students to voice their confusion, hear different perspective, and collectively break down complex ideas. അല്ലെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസ് ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിനെ പതിയെ പതിയെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു എബിലിറ്റി അതിനുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഡീൽ ചെയ്യാൻ നമ്മൾ ഈ പറയപ്പെടുന്ന ഡിസ്കഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, മൈക്രോ ടീച്ചിങ് ഈസ് മോർ എഫക്റ്റീവ് ഫോർ ദി സ്റ്റുഡന്റ് ടീച്ചർ ഡ്യൂറിംഗ് ദി പ്രാക്ടീസ് ടീച്ചിങ്, ആഫ്റ്റർ ദി പ്രാക്ടീസ് ടീച്ചിങ്, ബിഫോർ ദി പ്രാക്ടീസ് ടീച്ചിങ്, നൺ ഓഫ് ദി അബോവ്. മൈക്രോ ടീച്ചിങ് എപ്പോഴാണ് എഫക്റ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ്? ടീച്ചിങ് പ്രാക്ടീസിന്റെ സമയത്താണോ, ആഫ്റ്റർ ആണോ, അല്ലെങ്കിൽ അതിന് മുന്നേ ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് ദി അബോവ് ആണോ? അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ്, ഡ്യൂറിംഗ് ദ പ്രാക്ടീസ് ടീച്ചിങ്. ഓക്കെ, മൈക്രോ ടീച്ചിങ് എന്താണ്? മൈക്രോ ടീച്ചിങ് ഈസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്സ് വേർ എ സ്റ്റുഡന്റ് ടീച്ചർ പ്രാക്ടീസസ് എ സ്പെസിഫിക് ടീച്ചിങ് സ്കിൽസ് ലൈക്ക് ക്വസ്റ്റ്യനിങ് ഓർ സെറ്റ് ഇൻഡക്ഷൻ വിത്ത് എ സ്മോൾ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഒരു സ്മോൾ ഗ്രൂപ്പിൽ നമ്മൾ എന്താണ്, അതാണ് മൈക്രോ ടീച്ചിങ് അല്ലെ. ഒരു സ്മോൾ ഗ്രൂപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഇൻഡക്ഷൻ സെറ്റ് ചെയ്യുക, പ്രസന്റേഷൻസ് കണ്ടക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്താണ്, ഒരു ടീച്ചിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ടെക്നിക് ആണ് ഈ പറയുന്ന മൈക്രോ ടെക്നിക്. ഓക്കെ, ഇറ്റ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദിയർ പ്രാക്ടീസ് ടീച്ചിങ് ഫേസ്. ഓക്കെ, ഡ്യൂറിംഗ് ദി പ്രാക്ടീസ് ടീച്ചിങ്, യാ, പ്രാക്ടീസ് ടീച്ചിങ്. പക്ഷെ മൈക്രോ ടീച്ചിങ് ബിഫോർ അല്ലേ വരിക? ബിഫോർ ദി പ്രാക്ടീസ് ടീച്ചിങ് അല്ലേ മൈക്രോ ടീച്ചിങ്? അല്ല, പ്രാക്ടീസ് ടീച്ചിങ്. റിയൽ ടീച്ചിങ്ങിലെ ഈ നമ്മള് റിയൽ ടീച്ചിങ്ങിലേക്ക് എടുക്കുന്നതിന് മുന്നേ ചെയ്യുന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ് മൈക്രോ ടീച്ചിങ്. റിയൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ കുറെ കുട്ടികൾ ഉണ്ടാവല്ലോ, അപ്പൊ അവിടത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ സെറ്റപ്പിൽ പഠിപ്പിക്കുക, അതാണ് മൈക്രോ ടീച്ചിങ്. അതിന് കറക്റ്റ് ആൻസർ നമുക്ക് പറഞ്ഞു കേട്ടോ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, which of the following is the most important characteristics of open book examination system? ഒരു ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ സിസ്റ്റത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കുക. ഓക്കെ, ഇറ്റ് റെഡ്യൂസ് ആൻസൈറ്റി ഇൻ സ്റ്റുഡൻസ്, ഇറ്റ് ഇംപ്രൂവ് അറ്റൻഡൻസ് ഇൻ ദി ക്ലാസ് റൂം, ഇറ്റ് കമ്പൽ സ്റ്റുഡൻസ് ടു തിങ്ക്, ഇറ്റ് മേക്സ് സ്റ്റുഡൻസ് സീരിയസ് അബൌട്ട് ദി സ്റ്റഡീസ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. ഇറ്റ് കമ്പൽ സ്റ്റുഡൻസ് ടു തിങ്ക്. അല്ലെ, ഓപ്പൺ ബുക്ക് എന്തിനാണ്? കുട്ടികളെ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ഈ ഓപ്പൺ ബുക്ക് എക്സാംസ് കൊടുക്കുന്നത്. ഇപ്പം ചില എക്സാംസുകൾ, ഇപ്പം എഞ്ചിനീയറിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലെ കുറച്ചും കൂടി ഈ ഇൻഡെപ്ത് ഇക്വേഷൻസ് വരുന്ന പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ അധികവും നമ്മൾ എന്താണ്, ഓപ്പൺ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും, ഓപ്പൺ ബുക്ക് എക്സാം ആയിരിക്കും. ഓക്കെ, so the goal of an open book exam is not to see if students can find an answer in a book, but to test their ability to apply, analyze and synthesize information. ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ബുക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. സിൻസ് ദ ഫാക്ട്സ് ആർ അവൈലബിൾ, ദ ക്വസ്റ്റ്യൻസ് ആർ ഡിസൈൻഡ് ടു കമ്പൽ ഹയർ ലെവൽ തിങ്ക്. ഓൾറെഡി ഫാക്ട്സ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണമെന്നില്ല. അതിൽ നിന്ന് കുട്ടികളെ പ്രോസസ് ചെയ്തുകൊണ്ട് ഒരു ഹയർ ലെവൽ തിങ്കിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓപ്പൺ ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് പാറ്റേൺ ആ രീതിയിലാണ് ഉണ്ടാകുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇവാലുവേഷൻ. സെക്കൻഡ്, evaluation that monitors the learning process is, okay, placement evaluation, formative evaluation, summative evaluation, diagnostic evaluation. ഇതിൽ ഏത് evaluation ആണ് നോക്കുക? കറക്റ്റ് ആൻസർ ഏതാണ്? ബി ആണ്, ഫോർമാറ്റീവ് ഇവാലുവേഷൻ ആണ്. ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലേണിംഗ് പ്രോസസ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ മെത്തേഡാണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ. ഈ ക്വിസ് ചോദിക്കുക, ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. Its main purpose is to provide ongoing feedback to both teachers and students to monitor and improve the learning process. പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് ചോദിച്ചിരിക്കും. അതാണ് ഈ പറയുന്ന ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ഇവാലുവേഷൻസ് ഒക്കെ നോട്ട് ഡൗൺ ചെയ്യണേ, അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ പഠിക്കണം. ഫൈൻ. ഇനെന്താണ് നെക്സ്റ്റ്, യൂസ് ഓഫ് ടെലികാസ്റ്റ് മെറ്റീരിയൽസ്. ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ടെലികാസ്റ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയപ്പെടുന്ന സ്വയംപ്രഭ പോലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. enhances concentration and learning, reduces the burden of the teacher, increase the retention power, all of the above. ഇത് നമ്മളെ ടെലികാസ്റ്റ് മെറ്റീരിയൽസ് ഇത് ഏതൊക്കെ കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ ആൻസർ എന്താണ്, ഡി ആണ്, ഓൾ ഓഫ് ദി അബവ് ആണ്.
Okay. Explanation. Educational broadcasts like Swayam Prabha channels uses audio visual stimulus which helps in better retention and concentration. It also acts as a secondary source that support the teacher. Okay. ഇവിടെ എന്താണ് എഡ്യൂക്കേഷണൽ പോഡ്കാസ്റ്റുകൾ നമ്മൾ എന്താണ് ഒരു ഓഡിയോ വിഷ്വൽ സ്റ്റിമുലസ് നമ്മൾ കൊടുക്കുകയാണ് എന്താണ് ഒരു ബെറ്റർ റിട്ടൻഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കിട്ടാനും വേണ്ടി. ഓക്കെ, റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ റീറ്റെയിൻ ചെയ്ത് വെക്കുക, ക്ലാസ് പെട്ടെന്ന് മടുത്ത് പോകാതെ അത് വിഷ്വലി കാണുന്ന സമയത്ത് പെട്ടെന്ന് മടുപ്പ് കുറയും ഒരു ക്ലാസ്സിനേക്കാൾ കൂടുതൽ, റൈറ്റ്? അപ്പൊ എന്താണ് ഇതൊരു ടീച്ചർ എഫേർട്ടിനെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡറി റിസോഴ്സ് ആയിട്ട് കൊടുക്കുന്ന ഒരു മെത്തഡാണ് ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ബ്രോഡ്കാസ്റ്റ് ചാനൽസ്, സ്വയംപ്രഭ പോലത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒരു സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് ഓരോ പാർട്ട് കഴിയുന്ന നമ്മൾ ടോപ്പിക്സുകൾക്ക് മാറ്റും. നെക്സ്റ്റ് സ്വയംപ്രഭയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആ ഭാഗത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക. എവിടെയും കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ പോയിന്റ്സുകളും നോട്ട് ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് പാർട്ട് 2 നമുക്ക് എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഇനി ഒരുപാട് സെക്ഷൻസ്, ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ പറയപ്പെടുന്ന ഒരുപാട് ലേണിംഗ് തിയറീസിന്റെ വരാനുണ്ട് ഇനി. അതുപോലെ ഈ പറയപ്പെടുന്ന സ്വയംപ്രഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് PYQs നമുക്ക് ചെയ്യാനുണ്ട്, ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഓൺലി തിങ് യു ടു ഡു ഈസ് ജസ്റ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഹെൽപ്ഫുൾ ആയതിന്റെ മാത്രം കേട്ടോ, ഞാൻ അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഇൻപുട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. MCQs നിങ്ങൾക്ക് ഡെയിലി ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അതിനെ ഞാൻ കുറച്ചും കൂടി പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും കൂടി കിട്ടുന്ന സമയത്ത് ഈ ഭാഗം നമുക്ക് മാക്സിമം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ വീഡിയോസ് ഓൾറെഡി പ്ലേലിസ്റ്റ് നമ്മുടെ കോഴ്സ് ആയിട്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അഡീഷണലി ഈ ഒരു ഭാഗത്ത് ഡീറ്റെയിൽഡ് കോഴ്സുകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കോണ്ടാക്ട് പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ഇപ്പൊ ടീച്ചിങ് ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോഴ്സ് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വീഡിയോസും അതിന്റെ PYQസും അതിന്റെ നോട്ട്സുകൾ PPT കാര്യങ്ങളൊക്കെ നമ്മൾ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ആളുകളെ ആ രീതിയിൽ നമ്മളെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, yeah, so that's all about today's session. So I hope the video is clear and concise. Okay, നിങ്ങൾക്ക് കുറച്ച് ഇൻപുട്ട് കിട്ടിയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. So we'll see you on the next session. Till then, bye and thanks everyone.